കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? തിരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം, പോൾ പൾസ്. കേരളത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മാസങ്ങൾക്ക് മുൻപ് പ്രചാരണം കൊടിയേറിയ മണ്ഡലമാണ് കോഴിക്കോട്ടെ ബേപ്പൂർ നിയോജക മണ്ഡലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലവും ബേപ്പൂർ തന്നെയാണ്. LDF-നു വേണ്ടി സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസാണ് ഇത്തവണയും മത്സര രംഗത്തുള്ളത്. LDF-ൽ നിന്ന് പുറത്തുവന്ന PV അൻവർ UDF പിന്തുണയോടെ ജനവിധി തേടുമ്പോൾ NDA ഗോദയിലിറക്കിയത് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിനെയാണ്. വിശദാംശങ്ങൾ തുളസി പ്രസാദ് നൽകും. തുളസി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചാരണം ആരംഭിച്ച ഒരു മണ്ഡലമാണ് ബേപ്പൂർ. ഭരണപക്ഷത്തെ ഏറ്റവും കരുത്തനായ യുവ മന്ത്രി മുഹമ്മദ് റിയാസും ഇടതുമുന്നണി വിട്ട് UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറും നേർക്കുനേർ മത്സരിക്കുമ്പോൾ ബേപ്പൂരിലേത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനപ്പുറം നിലനിൽപ്പിന്റെയും വിശ്വാസ്യതയുടെയും ഒരു അഗ്നി പരീക്ഷ കൂടിയായിരിക്കും. ബേപ്പൂരിൽ തുടർച്ചയായ മൂന്നാം തവണയാണ് പ്രകാശ് ബാബു മത്സരിക്കുന്നത്. ഇത്തവണ അട്ടിമറി ജയം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ 35 വർഷത്തിലധികമായി ഇടതുപക്ഷത്തിന് മാത്രം വഴങ്ങിയ ബേപ്പൂർ കോട്ട ഇത്തവണ ഇളകുമോ? എന്താണ് പ്രതീക്ഷ? തീർച്ചയായും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു മത്സരം, ഒരു സ്റ്റാർ വാർ എന്ന് തന്നെ പറയാം. കാരണം LDF-ന് വേണ്ടി മന്ത്രിയും ബേപ്പൂരിന്റെ നിലവിലത്തെ സിറ്റിംഗ് MLA-യുമായ PA മുഹമ്മദ് റിയാസാണ് മത്സരിക്കുന്നത്. ഈ LDF-ൽ നിന്ന് തന്നെ വിട്ട് പോയിരിക്കുന്ന സ്വതന്ത്രനായി മത്സരിക്കുന്ന UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന PV അൻവറാണ് എതിർവശത്തുള്ളത്. BJP-ക്ക് വേണ്ടി കോഴിക്കോടിന്റെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള KP പ്രകാശ് ബാബുവാണ് മത്സര രംഗത്തുള്ളത്. ഒരു ത്രികോണ മത്സരത്തിന് ഒരു വേദി ഉണ്ടാകുമെന്ന് പറയാനാകില്ലെങ്കിൽ കൂടി ഇത് LDF UDF തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാനില്ല. ബേപ്പൂരിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ തന്നെ വോട്ടാകുമെന്നൊരു ആത്മവിശ്വാസം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പദം വഹിക്കുന്ന അല്ലെങ്കിൽ ബേപ്പൂരിന്റെ സിറ്റിംഗ് MLA ആയ PA മുഹമ്മദ് റിയാസിന് ആത്മവിശ്വാസം ഒട്ടും ചോർന്നിട്ടില്ല. അതുപോലെ തന്നെ PV അൻവറിനെ ഇറക്കി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും UDF-ന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, NDA സംബന്ധിച്ച് വിജയപ്രതീക്ഷ കുറവാണെങ്കിൽ കൂടി ഇത്തവണ ബേപ്പൂരിൽ വോട്ട് ശതമാനം ഉയർത്താൻ കഴിയും എന്നൊരു തികഞ്ഞ ആത്മവിശ്വാസം KP പ്രകാശ് ബാബുവിനുമുണ്ട്. ഇനി സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ എടുത്താൽ PV അൻവറിന് 18.16 കോടി രൂപയുടെ സമ്പാദ്യമാണുള്ളത്. ഇന്നോവ കാർ ഉൾപ്പെടെയുള്ള സ്വത്ത് വിവരമാണിത്. പങ്കാളികൾക്ക് 1.73 കോടി രൂപ വീതം സമ്പാദ്യമുണ്ട്. 25,000 രൂപയാണ് അൻവറിന്റെ കൈവശം ഉള്ളത്. ഭാര്യമാരുടെ കൈവശം 10,000 രൂപ വീതവുമുണ്ട്. 33.48 കോടിയുടെ സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യമാരുടെ പേരിൽ 7.70 കോടി രൂപയും അതുപോലെ തന്നെ 2.42 കോടി രൂപയുടെയും സ്ഥലമാണുള്ളത്. 40.06 കോടിയുടെ ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അതുമല്ല, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ED ചുമത്തിയ കേസ് ഉൾപ്പെടെ 11 കേസുകളാണ് PV അൻവറിന്റെ പേരിൽ നിലവിലുള്ളത്. ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അഫിഡവിറ്റിൽ പറയുന്ന കൃത്യമായ വിവരങ്ങളാണ്. PA മുഹമ്മദ് റിയാസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും മറ്റുമായി 4.83 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. റിയാസിന്റെ പേരിൽ ഭൂമിയും കെട്ടിടങ്ങളും അടക്കം 34.93 ലക്ഷം രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും ഉണ്ട്. ഭാര്യ വീണ വിജയിലേക്ക് വരുമ്പോൾ 65 ലക്ഷം രൂപ വില വരുന്ന 464 ഗ്രാം സ്വർണവും എക്സാലോജിക്കിലെ 1 ലക്ഷം രൂപയുടെ ഓഹരി, കിയാലിലെ 5 ലക്ഷം രൂപയുടെ ഓഹരി, ലേക്കർ കമ്പനിയുടെ 10.94 ലക്ഷം രൂപയുടെ ഓഹരിയും അടക്കം ആകെയുള്ളത് 86.10 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളാണ്. 1.4 കോടിയുടെ രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും അതുപോലെ തന്നെ വീണയ്ക്കുണ്ട്. ഇനി NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ സ്വത്ത് വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രകാശ് ബാബുവിന് 8,96,886 രൂപയുടെ സമ്പാദ്യമാണുള്ളത്. ഭാര്യയ്ക്ക് സെലേറിയോ കാറും 1.25 പവനും ഉൾപ്പെടെ 10,18,405 രൂപയുടെ സമ്പാദ്യവുമുണ്ട്.
അദ്ദേഹത്തിന്റെ കൈവശം 12,000 രൂപയും ഭാര്യയുടെ കൈവശം 5,000 രൂപയുമാണുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ 6 ലക്ഷം രൂപയുടെ ഭൂമിയും ഭാര്യയുടെ പേരിൽ 24 ലക്ഷം രൂപയുടെ ഭൂമിയുമാണുള്ളത്. ഇനി ബേപ്പൂർ മണ്ഡലത്തിന്റെ വികസന വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും കോഴിക്കോട് ബൈപ്പാസിന്റെ നിർമ്മാണം ബേപ്പൂരിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു വികസന പ്രവർത്തനമായിരുന്നു. അതുപോലെ തന്നെ ബേപ്പൂർ തുറമുഖ വികസനം, ടൂറിസം പ്രോജക്റ്റുകൾ, റോഡ് വികസനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, അടച്ചുപൂട്ടിയ ഓട്ടു കമ്പനികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ബേപ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്. ബേപ്പൂരിനെ സംബന്ധിച്ച് ഏകദേശം 2,000 കോടി രൂപ ചെലവിലാണ് ബേപ്പൂർ തുറമുഖത്തെ ഒരു സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് 2026 ഫെബ്രുവരിയിലാണ് കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇത് കോഴിക്കോടിന്റെ ഒരു സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് വോട്ടർമാരിൽ ഉണ്ടായിട്ടുള്ളത്. ബേപ്പൂരിനെ ഒരു അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിൽ ബേപ്പൂരിനെ ഉൾപ്പെടുത്തി മേഖലയിൽ നിരവധി പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബേപ്പൂർ ഒരു ടൂറിസം പദ്ധതിയുമായി ഇത്തവണ സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. കൂടാതെ കോസ്റ്റ് ലൈൻ ടൂറിസം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും നിലവിൽ മണ്ഡലത്തിൽ സജീവമാണ്. ഈ ഗവൺമെന്റ് ITI റോഡ് ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രധാന റോഡ് നവീകരണത്തിനായി 1.5 കോടി രൂപ അടുത്തിടെ അനുവദിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി ഇപ്പോൾ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. നിലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ വിവിധ റോഡുകളും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങളും നിർമ്മിച്ചതും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ജലമേള സംഘടിപ്പിച്ചത് ടൂറിസം ഭൂപടത്തിൽ ബേപ്പൂരിനെ അടയാളപ്പെടുത്താൻ സാധിച്ചതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയെന്നത് അടക്കമുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും മുഹമ്മദ് റിയാസ് ഒരു തുടർ ഭരണം അല്ലെങ്കിൽ ബേപ്പൂർ മണ്ഡലത്തെ വീണ്ടും പിടിക്കാൻ സാധിക്കും. 2021 ഭൂരിപക്ഷത്തിന് മേലെ അല്ലെങ്കിൽ വോട്ടിന്റെ ഭൂരിപക്ഷം അതിലും കൂടുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ മുഹമ്മദ് റിയാസ് ഉള്ളത്. എന്നാൽ മണ്ഡലത്തിലെ വികസനം ഊതി വീർപ്പിച്ചതാണെന്നാണ് UDFന്റെ ആരോപണം വരുന്നത്. ഈ തുറമുഖം പല വിഷയങ്ങളും ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ പല അപാകതകളും UDFും അതുപോലെ തന്നെ NDAയും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതായത് തുറമുഖത്ത് സുരക്ഷിതമായ ഒരു ഗോഡൌൺ സൗകര്യമില്ല, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡ്രെഡ്ജിംഗ് സമയാസമയങ്ങളിൽ നടത്താൻ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് വലിയ കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ തുറമുഖത്ത് കാലപ്പഴക്കം ചെന്ന ക്രെയിനുകൾ മാറ്റി ആധുനിക രീതിയിലുള്ള ക്രെയിൻ സ്ഥാപിക്കുന്നത് സ്വപ്ന പദ്ധതിയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ 100 കണക്കിന് മത്സ്യബന്ധന ബോട്ടുകൾ ദിവസേന വന്നു പോകുന്ന ഫിഷിംഗ് ഹാർബറിന്റെ അവസ്ഥയും ശോചനീയമാണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ UDFും അതുപോലെ തന്നെ NDAയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തുളസി പറഞ്ഞതുപോലെ തന്നെ ബേപ്പൂരിൽ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പോൾ പൾസിൽ വിശകലനം ചെയ്തത് ബേപ്പൂർ നിയോജക മണ്ഡലമാണ്. വിശദാംശങ്ങൾ നൽകിയത് തുളസിയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.